T20 വേൾഡ് കപ്പ് ഈ വരുന്ന 7-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നോടിയായിട്ട് പല ടീമുകൾക്കും വാമപ്പ് മാച്ചുകളുണ്ട് കേട്ടോ. ഇന്ത്യക്കും ഉണ്ട് 3 വാമപ്പ് മാച്ചുകൾ. അതിൽ ഒരു മത്സരത്തിൽ മാത്രമാണ് കേട്ടോ ഇന്ത്യൻ മെയിൻ ടീം കളിക്കുന്നത്. ബാക്കിയുള്ള 2 മത്സരത്തിലും ഇന്ത്യൻ എ ടീമാണ് കേട്ടോ കളിക്കുന്നത്. അതിൻ്റെ മത്സരങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. 2-ാം തീയതിയാണ് ആദ്യത്തെ വാമപ്പ് മാച്ച് വരുന്നത്. അത് USA കൂടെയാണ് കേട്ടോ വരുന്നത്. ഇന്ത്യൻ എ ടീമാണ് USA കൂടെ കളിക്കുന്നത്. അതേപോലെ 4-ാം തീയതിയാണ് രണ്ടാമത് വാമപ്പ് മാച്ച് വരുന്നത്. അത് ഇന്ത്യൻ മെയിൻ ടീമാണ് കേട്ടോ കളിക്കുന്നത്. അത് കരുത്തരായ സൗത്ത് ആഫ്രിക്കൻ്റെ കൂടെയാണ് കേട്ടോ കളി വരുന്നത്. അതേപോലെ തന്നെ 3-ാമത്തെ കളി വരുന്നത് നമീബിയയുടെ കൂടെയാണ്. അത് ഇന്ത്യൻ എ ടീമാണ് കേട്ടോ കളിക്കുന്നത്. 6-ാം തീയതിയാണ് കേട്ടോ കളി വരുന്നത്. ഇനി ഈ വാമപ്പ് മാച്ചിൽ തന്നെ ആരൊക്കെയാണ് കളിക്കാൻ പോകുന്നത്, പ്ലേയിങ് 11 എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇന്ന് നടക്കുന്ന USA വാമപ്പ് മാച്ചിൽ ഇന്ത്യൻ എ ടീമാണ് കേട്ടോ കളിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ എ ടീമിൻ്റെ സ്ക്വാഡ് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല കേട്ടോ. 4-ാം തീയതിയാണ് ഇന്ത്യൻ മെയിൻ ടീമിന് സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള വാമപ്പ് മാച്ച് നടക്കുന്നത്. വാമപ്പ് മാച്ച് ആണെങ്കിലും ഇന്ത്യ എന്തായാലും വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് കേട്ടോ കളി എടുക്കാനായിട്ട് പോകുന്നത്. എന്തായാലും ഇന്ത്യക്ക് ഒരു വാമപ്പ് മാച്ച് മാത്രമാണ് ഉള്ളത് ഇന്ത്യൻ മെയിൻ ടീമിന്. അതുകൊണ്ട് തന്നെ ആ ഒരു മത്സരത്തിൽ പരമാവധി കളിക്കാരുടെ കാര്യക്ഷമത പരിശോധിക്കുക എന്നായിരിക്കും ഇന്ത്യ എന്തായാലും ശ്രമിക്കുക കേട്ടോ. അതിലിപ്പോൾ ഇന്ത്യ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും കൂടി തന്നെ ആയിരിക്കും. അഭിഷേകിന് എന്തായാലും വേറെ ഓപ്ഷൻ ഇല്ല. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം സഞ്ജു കഴിഞ്ഞ സീരീസിൽ പക്ക ഫ്ലോപ്പ് ആണെങ്കിൽ തന്നെ തിലക് വർമ്മ തിരിച്ചു വരാത്തത് കൊണ്ട് എന്തായാലും ടീമിൽ വലിയ മാറ്റങ്ങളില്ലാതെ സഞ്ജു തന്നെ ഓപ്പൺ ചെയ്യുമെന്നാണ് അറിയാൻ പറ്റിയിരിക്കുന്നത്. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് ഇഷാൻ കിഷാനാണ് കേട്ടോ. ഇഷാൻ കിഷാൻ എന്തായാലും ഇനി വേറെ മാറ്റമൊന്നുമില്ലാതെ ഇന്ത്യൻ സ്ക്വാഡിൽ തന്നെ തുടരുമെന്നാണ് അറിയാൻ പറ്റിയിരിക്കുന്നത്. അതേപോലെ 4-മതായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള സൂര്യകുമാർ യാദവാണ് കേട്ടോ. ഇനി തുടർന്നുള്ള 5, 6, 7 സ്ഥാനങ്ങളിലൊക്കെ ആയിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് ശിവൻ ദുബൈയും ഹർദിക് പാണ്ഡ്യ അതേപോലെ തന്നെ അക്ഷർ പട്ടേലായിരിക്കും ഇറങ്ങാനായിട്ട് പോകുന്നത്. ഇതിൽ 3 പേരും ഓൾറൗണ്ടർ മികവുള്ള പ്ലെയേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർ 3 പേരെയും മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇറക്കാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ അതേപോലെ തന്നെ 8-മതായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് റിങ്കു സിംഗ് ആണ് കേട്ടോ. ഫിനിഷർ റോളാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവസാനം ബോളേഴ്സിൻ്റെ തൊട്ട് മുൻപായിട്ടും അതേപോലെ തന്നെ ഈ ഓൾറൗണ്ടേഴ്സിൻ്റെ ഇടയിൽ ഇറങ്ങാനും ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നീട് ബൗളിംഗ് നിരയിലേക്ക് വരുന്ന സമയത്ത് ജസ്പ്രീത് ബുംറയും അതേപോലെ തന്നെ ഹർഷ്ദീപ് സിംഗും പിന്നെ അതേപോലെ തന്നെ സ്പിന്നർ കൂടിയായിട്ടുള്ള വരുൺ ചക്രവർത്തി ആയിരിക്കും കേട്ടോ ഇന്ത്യൻ നിരയിൽ അണിനിരക്കാനായിട്ട് പോകുന്നത്. എന്തായാലും ഇതാണ് ടീം സ്ക്വാഡ് എന്നിരുന്നാൽ തന്നെ പ്ലേയിങ് 11 എന്നിരുന്നാൽ തന്നെ വാമപ്പ് മാച്ച് ആയതുകൊണ്ട് തന്നെ ഈ 11 പേര് തന്നെ കളിക്കണം എന്നൊന്നുമില്ല, മാറ്റിയിട്ട് കളിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്തെന്ന് പറഞ്ഞാൽ മാക്സിമം പ്ലെയേഴ്സിനെ വാമപ്പ് ചെയ്യുക എന്നാണ് ഈ ഒരു വാമപ്പ് മാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് റെക്കോർഡിക്കലി എവിടെയും രേഖപ്പെടുത്താത്തത് കൊണ്ട് തന്നെ മാക്സിമം പ്ലെയേഴ്സിന് ചാൻസ് കൊടുത്തിട്ട് പ്ലെയേഴ്സിൻ്റെ കാര്യക്ഷമത പരിശോധിക്കുക എന്നാണ് എല്ലാ ടീമുകളും നോക്കുക. അപ്പോൾ ഇന്ത്യൻ ടീമും അങ്ങനെ തന്നെ ആയിരിക്കും. മാക്സിമം പ്ലെയേഴ്സിന് ചാൻസ് കൊടുത്തിട്ട് ബോളിംഗ് ആണെങ്കിലും ബാറ്റിംഗ് ആണെങ്കിലും കൊടുക്കുക എന്നായിരിക്കും ടീമുകൾ ഉദ്ദേശിക്കുക.